ഈ തെങ്ങൊക്കെ നോക്കി നോക്ക്. ആരും തെങ്ങിൻ്റെ ഉള്ളത് പണിയെടുക്കണ്ടേ? ഉണങ്ങി കിടക്കുക തേങ്ങയൊക്കെ. അല്ലാതെ കൊറേ നേരമല്ല പറമ്പ് കൂടെ നടക്കണേ. ഇത് എന്ത് നടത്താണ്? എന്തേ സാധനം കൈമേൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കാം. ഇത്ര പ്രാന്തിരിക്കുന്ന ഒരു കാര്യമില്ല. ചേട്ടാ, നമ്മൾ ഈ കയ്യിലിരിക്കുന്ന കാശും കൊടുത്തിട്ട് മദ്യം വാങ്ങിയിട്ട് വല്ല പീടികയുടെ അരികിലോ റോഡ് സൈഡിലോ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പൊതുസ്ഥലത്ത് കഴിച്ചു എന്ന് പറഞ്ഞ് പോലീസ് പിടിക്കില്ലേ? പേടിച്ചല്ലേ എത്ര ദിവസം നമ്മൾ കള്ളു കുടിച്ചിരുന്നു. ഇനി അത് വേണ്ട, എന്റെ സ്വന്തം സ്ഥലത്തിരുന്ന് കള്ളു കുടിക്കാം. അതുകൊണ്ട് അങ്ങോട്ട് കൊടുന്നു. ഇവിടെ എന്നിട്ട് എത്ര വണ്ടിച്ചടിച്ചോ? സ്വന്തം സ്ഥലം എന്ന് വെച്ചാല് നിങ്ങളെ സ്ഥലം ഇത് സത്യശീലിന്റെ സ്ഥലല്ലേ? അതൊക്കെ പണ്ടാടോ, ഇപ്പൊ നിന്റെ സ്ഥല. ഈ ഭൂമിയെല്ലാം മേടിക്കാൻ വേണ്ടി നിങ്ങൾ എടുത്ത പൈസ. ഈ ഭൂമി എന്റെ ആണെന്നാണ് ദൈവനിശ്ചയം. ഇത് എന്റെ ആണ്. അല്ല, സത്യം പറയും, ഞങ്ങൾ അറിയാതെ നിങ്ങൾ സാധനം അടിച്ചു. ഇല്ലടോ. അതല്ലേ? അപ്പൊ നമ്മൾ എവിടെയും പോയിട്ട് ഈ ഭൂമി എന്റെ നമുക്ക് കിട്ടുമോ? അടിക്കാൻ നോക്കപ്പെടുന്നു. ഒരാളെയും പേടിക്കണ്ട. എന്റെ സുഖതാട്ടന്റെ സ്ഥലം എനക്ക് ഒരുത്തനി പേടിക്കണ്ട. നീ ഇവിടെ ഇരിക്കേ, നീ വാള് വെക്കേ, എന്ത് വേണമെങ്കിൽ ചെയ്തു. വർത്താനം പറയുന്നു. വർത്താനം പറയാതെ വെച്ചാൽ വർത്താനം പറയാതെ ഒരു കുടിക്കല് മാത്രം ഇത് പരിപാടി. വർത്താനം പറയും, വർത്താനം പറയും, കുടിക്കുകയും ചെയ്യും. വെള്ളം വെച്ചാ വെള്ളം വെച്ചാ മതി 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 മതി. എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ വാങ്ങുക, നിങ്ങൾ അടിക്കുക, നിങ്ങളെ സ്ഥലം എന്ന് പറയാ, അതൊക്കെ നിങ്ങളെ. വെള്ളയ്ക്ക് പിന്നെ വെള്ളം വേണ്ടല്ലോ. അതെ, ഇത് അല്ല, ഞങ്ങൾ രണ്ടാളും നിന്നൊക്കെ കുറച്ച് പൈസ കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു പെഗ് നിനക്ക് കുറയും. അതിന് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. നമുക്ക് ഈ സ്ഥലത്ത് മുഴുവനും കൃഷി നടത്തണം. ഈ സ്ഥലം കാണിച്ചിട്ട് ലോൺ എടുക്കണം. എങ്ങനെ ലോൺ കിട്ടേ? എങ്ങനെ കിട്ടും? എല്ലാവർക്കും സ്ഥലം കാണിച്ചിട്ട് ലോൺ എടുക്കണില്ലേ കൃഷി ചെയ്യാൻ? കർഷകർക്ക് ഇപ്പൊ നല്ല ആനുകൂല്യങ്ങളാ. അല്ലാതെ എനിക്കിതിന്റെ തിരുവാട് ഇപ്പോഴും കിട്ടും. മനസ്സിലായിട്ട് നിങ്ങളെ സ്ഥലം എങ്ങനെയായി എന്നുള്ളത്. എന്റെ സ്ഥലം എങ്ങനെയായി എന്നറിയില്ല. ഈ വില്ലേജ് ഓഫീസർ ആളെങ്ങനെ? അയാളത്ത് അടിച്ചിട്ട് ഒരു പൊരിച്ചാക്കുമായിട്ട് എങ്ങനെ? അതല്ലടാ, അയാളുടെ പദവി എങ്ങനെയാ? അയാളെ പദവി എന്ന് പറഞ്ഞാൽ പദവി എന്താ? നമ്മുടെ ഈ വില്ലേജിലുള്ള ഭൂമി ആരുടെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ തിരിച്ചറിവുള്ള ആളാണ് ആര്? വില്ലേജ് ഓഫീസർ. അയാള് കള്ളം പറയോ? കള്ളം പറയില്ല. വില്ലേജ് ഓഫീസർ പറയില്ല. നികുതി അടിച്ച റെസീറ്റാണത്. ഇങ്ങോട്ട് നോക്ക്. സർവേ നമ്പർ 346-16 3R84. വടക്കേതിൽ ശ്രീധരൻ മകൻ സുഗതൻ. നോക്ക്, അത്ര വിദ്യാഭ്യാസം പോരാ. ഇതുകൊണ്ടിപ്പോ എന്താ പ്രയോജനം? എടാ, ഇതുകൊണ്ട് എന്താ പ്രയോജനം എന്നോ? ഈ സ്ഥലം എന്റെ ആണെന്നും എന്റെ അഡ്രസ്സിൽ ഞാൻ നികുതി അടച്ചതാണെന്നുള്ള തെളിവല്ലേ ഇത്? എങ്ങനെ കിട്ടിയത്? ഇത് ഒന്ന് കിട്ടിയേ? അതാടാ ഉണ്ണിയെ പറയുന്നത് ദൈവനിശ്ചയം. ഇതും ദൈവം. ഈ കാണുന്ന സ്ഥലം മുഴുവൻ എന്റെ ആണ് എന്നുള്ളതിന് തെളിവാണ് ഞാൻ നികുതി അടച്ച എന്റെ ഈ റെസീറ്റ്. ഇത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോൺ എടുക്കാം. എന്നിട്ട് ഇവിടെ മുഴുവൻ കൃഷി നടത്താം. ആ സൈഡിൽ നമ്മളൊരു ഷെഡ് കെട്ടും. കൃഷി നോക്കാനാ പേര്. പക്ഷെ ഡെയിലി 3 ആൾക്ക് അവിടെ വന്നിരിക്കാം. ഒരു പട്ടിച്ചാത്തിനും ചോദിക്കില്ല. അടിപൊളി. പിന്നെ വേണമെങ്കിൽ ഒരു കൃഷി കുളം മീൻ കൃഷി നടത്താം. പിന്നെ ചൂണ്ടിട്ട് പിടിച്ചിങ്ങാണ്ട് അപ്പൊ തന്നെ പൊരിച്ച് അപ്പൊ തന്നെ അടിക്കും. നമുക്ക് അപ്പൊ എല്ലാം നമുക്ക് കൊളാക്കാന്നേ. എന്റെ സുഖതാട്ടിന്റെ സ്ഥലത്ത് ഞാൻ നീ വാള് വെച്ചൊന്നാലും കുഴപ്പമില്ല. ഞാൻ ഒറ്റ സംശയം കൂടാ സുഖതാട്ടാ. ഈ തേടിയ വള്ളി കാഴ്ചിട്ട് മാഷ് പഠിപ്പിച്ചെന്നിട്ടേ അത് ഇത് ഈ വള്ളിയാന്ന് നോക്കിയാ തുടങ്ങി അവന്റെ ഗീർവാണം ഒരു വള്ളിയും വലിയ കഴിക്കുന്നു. അച്ഛാ, ഞാൻ സിനിമക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് എനിക്ക് സിനിമക്ക് പോണച്ചാ. നാളെ നനയ്ക്കാ. എടാ, അതിന് നനക്ക ഒരു 10 കുടം വെള്ളം പോരെ? അപ്പോഴെന്റെ സിനിമന്റെ സമയം അതല്ലേ. എന്താ ഈ ചേരുടെ ഇടയില് സാധനമില്ല. ഈ ചേരുടെ ഇടയിൽ വന്നിരിക്കണം എന്താ ഞങ്ങള് ഓരോന്ന് അടിക്കാ. വേണോ? കള്ളുടിയാ? കള്ളുടിക്കേ? ഇന്റെ വളപ്പിൽ കള്ളുടിക്കേ? സത്യന്റെ വളപ്പേ. അല്ല, അതെ സത്യങ്ങള് ദേഷ്യപ്പെടുന്നത് നിങ്ങൾ കാര്യം അറിയാഞ്ഞിട്ടാണ് ദേഷ്യപ്പെടുന്നത്. എന്ത് കാര്യം അറിയാനടാ? എന്താണ് എന്റെ വളപ്പെടുന്നത്? കള്ളുടിക്കാൻ പാടുവോ? അതെ, പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോണം പെടുത്തത്. സുഗതൻ കള്ളുടിയനാണ്, പക്ഷെ മാന്യത വിട്ടെന്ന് വരെ കളിച്ചിട്ടില്ല. വേറൊരുത്തന്റെ സ്ഥലത്തിരുന്ന് ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കള്ളുടിച്ചിട്ടില്ല.
സ്വന്തം സ്ഥലത്തിരുന്നാണ് ഞാൻ കള്ളു കുടിക്കുന്നത്. സ്വന്തം സ്ഥലം? ആ. അതെങ്ങനെ സുധീരന്റെ സ്ഥലമാണ്? ഇത് അച്ഛന്റെ സ്ഥലല്ലേ? എടാ കള്ളു കുടിച്ചിട്ട് വർത്തമാനം പറയുന്നത് കേട്ട കടന്നു പോന്ന്. അതെ, അച്ഛനോടും ഉണ്ടായിരിക്കാൻ പറയാമല്ലേ. എന്താ ഈ പറഞ്ഞോണ്ടിരിക്കണത്? അതെ, ഈ സ്ഥലത്തിന് ഞാൻ നികുതി അടച്ചിട്ടുള്ള റെസീറ്റാണിത്. എങ്ങനെയാടാ നീ നികുതി കിടക്കണത്? സ്ഥലം എന്റെ അല്ലേ? അതോട്ടെ. ഇതൊന്ന് വായിച്ചോക്കാം. വായിച്ചു നോക്കും മോനെ, എന്നിട്ട് അതില് മറ്റേ അത് വായിച്ച സർവേ നമ്പർ വായിച്ച സർവേ നമ്പർ വായിച്ചേ. 346 16. 346 ആരുടെ 46 അല്ലേ? ഇനി നികുതി അടച്ച ആളുടെ പേര് വായിക്ക്. സുഗതൻ. എന്താ അടിയിലത്തെ വായിക്ക്. ശ്രീധരൻ മകൻ. എവിടുന്നാണ് ശ്രീധരൻ മകൻ സുഗതൻ. അത് തന്നെയാണ്. എന്ത് സുഗതൻ? ഇതൊക്കെ കട കൂടെ ഓരോ റെസീറ്റ് ഉണ്ടാക്കി എഴുതി കൊണ്ടുവരാടാ. അച്ഛനോട് അതിലെ വില്ലേജ് ഓഫീസിൽ സീല് നോക്കാൻ വർത്താനം പറയാൻ നിൽക്കണ്ട. വർത്താനം പറയാൻ നിൽക്കണ്ട. ഇത് എന്റെ സ്ഥലമാണ്. വില്ലേജ് ഓഫീസിൽ സീലൊക്കെ ഉണ്ട്. അതുകൊണ്ട് വില്ലേജ് ഓഫീസിലെ സീൽ ഉണ്ടെങ്കിൽ ഇതെങ്ങനെ സുധേട്ട നിങ്ങൾ ഉണ്ടാക്കിയത്? ഞാൻ ഉണ്ടാക്കേ. വില്ലേജ് ഓഫീസിൽ നികുതി അടച്ച കടലാസാണത്. സുഗതന്റെ സ്ഥലമാണിത്. അതിൽ എഴുതിയില്ലല്ലോ. ഞാൻ നോക്ക്. അതെ, ഒരു കാര്യം ഞാൻ പറയാം. ഇന്ന് വേണമെങ്കിൽ അച്ഛൻ ഇവിടെ നിന്നോട്ടെ. അച്ഛൻ കഷ്ടപ്പെട്ട് നോക്കിയ സ്ഥലല്ലേ, വിഷമം ഉണ്ടാവും. ഇന്ന് വേണമെങ്കിൽ ഈ ചീര നനച്ചിട്ട് ഈ തൊടി നോക്കി വിഷമിച്ച് നോട്ടെ. നാളെ തൊട്ട് അച്ഛനും മകനും ഇവിടെ കാലെടുത്ത് കുത്തരുത്. കാരണം കാർഷിക വായ്പയ്ക്ക് ലോൺ എടുത്തിട്ട് എനിക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലമാണിത്. നീരുള്ളി കൃഷി. ഇന്ന് പോവാണ്ടേ, ഞാൻ തർക്കിക്കല്ല. അത് ഇത് കീറിക്കളയെന്ന് എനിക്കറിയാം. സുഗതൻ അത്രയ്ക്ക് മണ്ടതന്നല്ല. ഇതിന്റെ ഒറിജിനലിന്റെ കയ്യിലുണ്ട്. അതൊക്കെ ഇതേ നടക്കുക. ഒറിജിനലിന്റെ കയ്യിലുണ്ട്. എന്നോട് പോകാനാ പൈസ കാലായി, അതുകൊണ്ടാ. മനസ്സിലായോ? ഇന്ന് ഇവിടെ നിന്നോ നാളെ പാടില്ല. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് സ്വഭാവം പോയിക്കൊള്ളായിരുന്നു. ആ വെള്ളം കൊടുത്ത് നരക്കണ ചീരക്കി. അച്ഛാ അത് ഒറിജിനൽ റെസീറ്റ് ആണ് അച്ഛാ. അതിനകത്ത് വില്ലേജ് ഓഫീസറിന്റെ സീലുണ്ട്. ആ വില്ലേജ് ഓഫീസിലെ സീലുണ്ട്. എന്നാ പിന്നെ അത് ചോദിക്കണല്ലോ. ചോദിക്കണം. ചോദിക്കണം. നിന്റെ പിന്നാലെ പറഞ്ഞ ആ വെള്ളം കൊടുത്തിട്ട് നനക്കരുത്. അയ്യോ എന്ത് പടമെന്നറിയോ വയ്യ. അതിലൊരു സീനുണ്ട്. ഒരു മറ്റേ ഇൻസ്റ്റഗ്രാമിന്റെ റീലൊക്കെ ചെയ്യുന്ന ഒരു പെണ്ണുണ്ടല്ലോ. നിനക്ക് കലാപരമായി കഴിവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. ആ സീൻ അതുപോലെ അവളിങ്ങനെ പറയും. അച്ഛാ മെല്ലെ സംസാരിക്കും. എവിടെ സാറവിടെ? എവിടെ സാറെവിടെന്ന്? സാർ അവർക്ക് എന്താ എങ്ങോട്ടത്? വില്ലേജ് ഓഫീസറോട് എനിക്കൊരു കാര്യം പറയാനാണ്. സാറകത്ത് മീറ്റിംഗിലാണ്. ആ മീറ്റിംഗിലാന്ന് പറഞ്ഞാൽ പറ്റില്ല. എന്താ ഒറ്റക്ക് ഒരാള് മീറ്റിംഗ്? നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യൂ. ആ മീറ്റിംഗ് ഒക്കെ ഞാനും കണ്ടിട്ടുണ്ട്. എന്ത് മീറ്റിംഗ് ചേട്ടാ? അത് ഓൺലൈൻ മീറ്റിംഗ് ഒച്ച ഉണ്ടാക്കല്ലേ? ഓൺലൈൻ മീറ്റിംഗിന് ഒച്ച ഫോണിൽ മീറ്റിംഗ് ആണ്, ഓൺലൈൻ മീറ്റിംഗ് ആണ്. ഏടാ പോകാം. ഓൺലൈനിൽ കൂടെയുള്ള മീറ്റിംഗ് കഴിഞ്ഞ സ്ഥലം സുഗതം കൊണ്ടുപോകുന്നേ. എന്താ കാര്യം? ഇതിന്റെ കാര്യം എന്താ? അത് വില്ലേജ് ഓഫീസർ ഒന്ന് കാണാം. വില്ലേജ് ഓഫീസർ കണ്ടിട്ടുണ്ട്. പോവാൻ പാടില്ല അച്ഛാ. ഒരു പറഞ്ഞത് കേട്ടില്ല. അയാൾ ഇങ്ങോട്ട് വരും. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നത് ഒരു ഓഫീസാണ്. പുറത്ത് വെയിറ്റ് ചെയ്യൂ. വരും, ഇങ്ങോട്ട് വരും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ വില്ലേജ് ഓഫീസർ ഭാഗത്താണോ എന്റെ ഭാഗത്താണോ? അച്ഛന്റെ ഭാഗത്താണ്. അച്ഛൻ വില്ലേജ് ഓഫീസർ വരും, ഇങ്ങോട്ട് വരും. പണിക്കാരന്മാരുടെ സ്വഭാവം കാണിക്കും. എന്താണിത്? ഇതൊരു ഓഫീസാണ്. ഇവിടെ ഒച്ച എടുക്കരുത്. അതെ, നിങ്ങൾ നിങ്ങളുടെ ശബ്ദം ഒന്ന് കുറയ്ക്കും. എനിക്ക് ചെവി കേൾക്കാം. ഇത് ഓഫീസല്ലേ? നിങ്ങൾ ഇത് ആരാ? ഇത് അച്ഛനാണ്. അച്ഛനെ കാര്യങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്കി. ഇതൊരു ഓഫീസല്ലേ? ക്ഷമയോടെ പറയാം. എനിക്കറിയാടാ പറയാൻ. ഇല്ല പറഞ്ഞാ മതി. എനിക്കറിയാൻ പറയാം. എന്റെ തൊണ്ട നിനക്കില്ലല്ലോ. പറയാ. അതാണ് ശബ്ദം. ഇത് കാണണം. നിങ്ങൾ ഇത് നോക്ക്. പറഞ്ഞാ മതി. റെസീറ്റ് നോക്ക്. 346 16. ഇത് എന്റെ സ്ഥലം. ഞാൻ 2 വർഷം മുമ്പ് കരടച്ചത്. ഇതാ ഇത് ഇക്കൊല്ല അടച്ചത്. 346 6. ഈ 346 16 എങ്ങനെ 6 ആയി? എനിക്ക് അതിനുള്ള സമാധാനം പറഞ്ഞു തരണം.
സാറേ ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ പ്രശ്നമല്ല, ഇതൊരു ചെറിയ പ്രശ്നം, ഒരു 1ന്റെ പ്രശ്നമാണ്. 1ന്റെ പ്രശ്നം അത്ര ചെറുതല്ലാന്ന്. ഇതിപ്പോ സാറിന്റെ 16 എന്നുള്ളത് അതിലെ 1 എവിടെയോ നഷ്ടപ്പെട്ട് 6 ആയി പോയി, അതല്ലേ ഉള്ളൂ. അത് ചെറിയ പ്രശ്നം. ചെറിയ പ്രശ്നം അല്ലെന്നേ. ഇതാരാ കരം അടച്ചത്? ആരടച്ചത്? വേറെ ആര്? ഈ പിണ്ണാക്ക് പോറ. ഞാനാണ് സാറേ. പക്ഷെ ഞാൻ കരം അടച്ചില്ലല്ലോ സാർ. നിങ്ങൾ എഴുതിയാലാണ് തെറ്റ് വന്നത്. 6 നിങ്ങൾ എഴുതി പോയില്ലേ, അത് തെറ്റല്ലേ സാർ? അത് നമുക്ക് പരിഹരിക്കാവുന്ന കാര്യമുള്ളൂ. ഇത് അങ്ങനെ പരിഹരിച്ചാൽ ശരിയാവില്ലാന്ന്. സാറേ, എന്റെ 346-ൽ 16 നിങ്ങൾ കരടച്ചിട്ടുള്ള എന്റെ റെസീറ്റ് കൊടുത്തത് സുഗതനാണ്. സുഗതൻ എന്ന് പറഞ്ഞ ഒരു ചെറ്റക്കി മറ്റുള്ള ആളുകളുടെ സ്ഥലമൊക്കെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി നോക്കുന്ന ഒരുത്തനാണ്. അവരിപ്പോ എന്റെ ആ സ്ഥലത്തിന്റെ മുകളിൽ ലോൺ എടുത്തിട്ട് അവിടെ കൃഷി ചെയ്യാൻ പോവാ. ഞാനത് നോക്കി നിൽക്കണ്ടേ? വില്ലേജ് ഓഫീസർ പതിച്ചു കൊടുത്തു എന്നാ പറയണത്. ഒരു കാര്യം ഞാൻ പറയാം സാറേ, എന്റെ 16 എനിക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ അവന്റെ 16 അടിയന്തരം ഞാൻ നടത്തും. നിങ്ങൾക്കൊക്കെ ഇഡ്ഡലി സാമ്പാറും വിളമ്പും. മറിമായത്തിന്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പൊ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.